Hi dear students. Next section 1.7 ആണ് ഫസ്റ്റ് ചാപ്റ്ററിലെ 7th സെക്ഷൻ ആണ് matrix representation of graphs. The GBA graph with n vertices listed as v1, v2, etc. vn. ഗ്രാഫിലെ n vertices ആണ് v1 to vn. ഇനി adjacency matrix. Adjacent എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് വെർട്ടീസ് എപ്പോഴാണ് അഡ്ജസന്റ് ആവാന്നില്ല. അപ്പൊ അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറഞ്ഞാല് the n by n matrix Aij, where the ijth entry of Aij is the number of edges joining the vertex Vi to the vertex Vj. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പൊ ഈ ഗ്രാഫിന്റെ അഡ്ജസൻസി മെട്രിക്സ് എങ്ങനെ വരിക ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഗ്രാഫിന് നമ്മളെ ഈ വെർട്ടെക്സ് ഏതൊക്കെയാണ് വെർട്ടേഴ്സ്? v1, v2, v3, v4. അപ്പോൾ നമ്മൾ v1, v2, v3, v4 എഴുതുന്നു. ഇവിടെ v1, v2, v3, v4. ഇനി v1ൽ നിന്ന് v1ലേക്ക് എഡ്ജ് ഉണ്ടോ? v1ൽ നിന്ന് v1ലേക്ക് എഡ്ജ് ഉണ്ടോ എന്ന് വെച്ചാൽ എന്താ പറയാ ലൂപ്പ് ഉണ്ടോന്നാണ് ചോദ്യം. ലൂപ്പിന് നമ്മൾ സാധാരണ രണ്ട് എഡ്ജ് ഉണ്ട് എന്നാണ്. സോറി, യെസ്, v1ലേക്ക് എഡ്ജ് എന്ന് വെച്ചാൽ ഉണ്ട്. യെസ്, one edge is from E1. The edge E1 is from V1 to V1, right? ഇനി v1 നിന്ന് v2ലേക്ക് ഉണ്ടോ? v1 v2ക്ക് ഒരു എഡ്ജ് ഉണ്ട്. v1 നിന്ന് v3ക്ക് ഉണ്ടോ? v1ൽ നിന്ന് v3ലേക്ക് ഡയറക്റ്റ് ഒരു എഡ്ജ് ഇല്ല, 0. v1 നിന്ന് v4ലേക്കോ എഡ്ജ് ഇല്ല, 0. ഇനി v2ൽ നിന്ന് v1ലേക്കോ ഉണ്ട്, റൈറ്റ്? v2ൽ നിന്ന് v2ലേക്കോ, v2ൽ ലൂപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇല്ല. v2ൽ നിന്ന് v3ലേക്കോ ഉണ്ട്. v2ൽ നിന്ന് v4ലേക്കോ ഉണ്ട്. ഇനി v3ൽ നിന്ന് v1ലേക്ക് ഇല്ല. v3ൽ നിന്ന് v2ലേക്ക് ഒന്നുണ്ട്. v3ൽ നിന്ന് v3ലേക്ക് ഇല്ല, 0. v3ൽ നിന്ന് v4ലേക്ക് രണ്ടെണ്ണം ഉണ്ട്. ഇനി v4ൽ നിന്ന് v1ലേക്ക് ഇല്ല, v2ലേക്ക് ഒന്ന്, v3ലേക്ക് രണ്ട്, v4ലേക്ക് 0. This is a matrix, which is this matrix is called the adjacency matrix of this. ഇങ്ങനെയാണ് ശരിക്ക് adjacency matrix ഫോം ചെയ്യുക. ഇതിന്റെ മീനിങ് തിരിച്ച് ഈ adjacency matrixൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഇത് 4x4 മെട്രിക്സ് ആണെങ്കിൽ 4 വെർട്ടെക്സിലെ ഗ്രാഫാണ്. ഇപ്പോൾ തിരിച്ചു നോക്കാം. നമ്മളൊരു മെട്രിക്സ് തന്നിട്ട് അതിൽ നിന്ന് എങ്ങനെ ഗ്രാഫ് ഉണ്ടാക്കും നോക്കാം. നമുക്കൊരു മെട്രിക്സ് തന്നു വിചാരിക്കാം. This is our matrix A equal to 1 2 1 2 0 0 1 0 0. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഗ്രാഫ് വരക്കാൻ നമ്മളോട് പറഞ്ഞാല് എത്ര 3x3 മെട്രിക്സ് ആണ്. അവിടെ 4x4 മെട്രിക്സ് ഏതാണ്? 4 വെർട്ടെക്സിലെ ഗ്രാഫിനാണ്. അപ്പൊ ഗ്രാഫിലാകെ 3 വെർട്ടെക്സേ ഉള്ളൂ, 3 വെർട്ടെക്സ്. ഇനി ഫസ്റ്റ് വെക്ടറിനും ഫസ്റ്റ് ഇത് v1 to v1 എന്താണ്? ഒരു ഇത്. അപ്പൊ ഒരു ലൂപ്പ് ഉണ്ടാവും. ഇനി v1 to v2 രണ്ട് എഡ്ജ് ആണ്. ഇത് v1ഉം ഇത് v2ഉം ഇത് v3ഉം ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് രണ്ട് എഡ്ജ് ഉണ്ട്. ഓക്കെ. ഇനി v1ൽ നിന്ന് v3ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, റൈറ്റ്? v2ൽ നിന്ന് v1ലേക്ക് രണ്ട് എഡ്ജ് ഉണ്ട്. ഓക്കെ. v2ൽ നിന്ന് v3ലേക്കും v3ലേക്ക് എഡ്ജ് ഇല്ല. ഓക്കെ. v3ൽ നിന്ന് v3ലേക്ക് എഡ്ജ് ഇല്ല, v3ൽ നിന്ന് v2ലേക്ക് എഡ്ജ് ഇല്ല. ഇനി v3ൽ നിന്ന് v1ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്. ഓക്കെ, ഓൾറെഡി ഉണ്ട്. പിന്നെ ബാക്കിലേക്കൊന്നുമില്ല. സോ ദിസ് our graph.
ഇതിന് വേണമെങ്കിൽ E1 കൊടുക്കാം, ഇതിന് E2 കൊടുക്കാം, ഇതിന് E3 കൊടുക്കാം, ഇതിന് E4 കൊടുക്കാം. So we can draw the graph from the matrix, and from the matrix we can find the graph also. Now for just a trial, what is the matrix square of this matrix? 1 2 1 2 0 0 1 0 0 into 1 2 1 2 0 0 1 0 0. ഈ മെട്രിക്സിന്റെ സ്ക്വയർ എന്താണ് ആവുക? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ 1 into 1 plus, അപ്പോൾ 1 plus 4 plus 1 6, right? ഇനി 2 plus 0 plus 0 1 plus 0 plus 0 1 plus 0 plus 0. ഇനി സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ 2, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ 4, സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം എന്ന് പറഞ്ഞാൽ 2, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ 1, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ 2, ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം എന്ന് പറഞ്ഞാൽ 1. What is the meaning of this matrix? ഈ മെട്രിക്സിന്റെ മീനിങ് നമുക്കറിയാം. V1 ൽ നിന്ന് V1 ലേക്ക് എത്ര എഡ്ജ് ഉണ്ട് എന്നാണ്. V1 ൽ നിന്ന് V2 ലേക്ക് എത്ര എഡ്ജ്? അപ്പോൾ here A equal to Aij entries means how many edges are there from I to J? Ith vertex to jth vertex, first vertex to first vertex, എന്താണ് second vertex to second vertex. How many edges are there from first vertex to ith vertex to jth vertex, Vi to Vj. ഇവിടെ A സ്ക്വയറിന്റെ എൻട്രീസിന്റെ മീനിങ് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. A സ്ക്വയറിന്റെ എൻട്രീസിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് മീനിങ് എന്താണ്? നമ്പർ ഓഫ് distinct or different Vi Vj walks ആണ് ഇതിന്റെ ഓരോ എൻട്രീസും മീൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാല് 6 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിഫറെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ്, ഡിഫറെന്റ് എന്നുള്ള വാക്കാണെന്ന് ഇൻ ദിസ് ഗ്രാഫ്. ഈ ഗ്രാഫില് V1 ൽ നിന്ന് V1 ലേക്കുള്ള ഡിഫറെന്റ് വാക്സ് എത്ര ഉണ്ട് എന്നാണ് പറയുന്നത്? 6 എണ്ണം ഉണ്ട്. ഏതൊക്കെ ആയിരിക്കും? വാക്കാവുമ്പോ നമുക്ക് ഒരു എന്താ പറയാ, ഒരു പ്രശ്നമല്ല, നേരെ എത്ര ആണെങ്കിലും ഏത് വിധത്തിലും. ഇപ്പൊ V1 ൽ നിന്ന് V1 ലേക്ക് ഓഫ് ലെങ്ത് 2 A സ്ക്വയർ ആണല്ലോ. A square, the ijth entry, the ijth entry of A square is number of different Vi Vj walks of length 2. നോക്കാം നമുക്ക്. V1 ൽ നിന്ന് V1 ലേക്ക് കിട്ടി. ഏതൊക്കെയാണ് ആ ബോക്സ് നോക്കാം. V1 ൽ നിന്ന് E1 വഴി പോയി വീണ്ടും V1 ലെത്തി, വീണ്ടും E1 ലൂടെ പോയി V1. ഇസ് ദ ഫസ്റ്റ് വാക്ക്. എത്ര ലെങ്ത്, എത്ര എഡ്ജ് ഉപയോഗിച്ചിട്ടുണ്ട്? 2 വട്ടം. ഒരു എഡ്ജിനെ 2 വട്ടം ഉപയോഗിച്ചാൽ 2 ആയിട്ടാണ് ഉണ്ടാവുക. ഇസ് ദ ഫസ്റ്റ് വാക്ക്. What is the second walk? V1 ൽ നിന്ന് E2 വഴി പോയി V2 ലെത്തി, വീണ്ടും E2 വഴി V1 ൽ തിരിച്ചെത്തി. ഇനി W3. V1 ൽ നിന്ന് E2 വഴി V2 ലെത്തി, E3 വഴി V1 ലെത്തി.
V1 ൽ നിന്ന് E3 വഴി V2 ലെത്തി. E3 വഴി V2 ലെത്തി. E3 വഴി തന്നെ E1 ൽ നിന്ന് E2 വഴി നാലും കഴിഞ്ഞു അല്ലെ. E3 വഴി പോയിട്ട് E2 വഴി വരുന്നത് പറഞ്ഞോ? അല്ല, E3 വഴി V2 ലെത്തി, E2 വഴി V1 ലെത്തി. ഓക്കെ, 5 എണ്ണം എങ്ങനെയായി? ഇനി E4 വഴി ഒന്ന് പോയി പോന്നാ മതി. W6 V1 E4 E3 E4 E1. These are the 6 different. So this 6 means there are different walks of length 2 from V1 to V1. Similarly, what does this 2 means? There are different walks of length 2 from V1 to V2. എത്രയുണ്ട്? V1 എന്ന് V2 ലേക്ക് 2 different walks of length 2 ഉണ്ട്. അതെങ്ങനെയായിരിക്കും? E1 ലൂടെ ഒന്ന് കറങ്ങിയിട്ട് V2 പോവാ, റൈറ്റ് അല്ലെ? അല്ലെങ്കിൽ E1 ലൂടെ ഒന്ന് കറങ്ങിയിട്ട് E3 ലൂടെ പോവാ, രണ്ടായിരിക്കും. അങ്ങനെ ഓരോന്നും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും, റൈറ്റ്? So this the meaning of adjacency matrix. Now നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല്, നമ്മളിപ്പോ പറഞ്ഞ കാര്യം ഒരു തിയറം ആയിട്ട് പറയാൻ പോവാണ്. So this is the theorem. Let G be a graph with n vertices V1, V2, etc. Vn, and let capital A denote the adjacency matrix of G with respect to this listing of the vertices. Let k be any positive integer and let a raised to k denote the matrix multiplication of k copies of A. Then the ijth entry of A raised to k is the number of different Vi, Vj walks in G of length k. What is the meaning of A raised to k? A raised to k le or entry, ijth entry, E means the Vi il ninnu Vj lekkulla different walks of length k ന്റെ എണ്ണമാണ് A raised to k le ഓരോ എൻട്രീസും, അതിലെ ijth എൻട്രി. ഓക്കെ, എങ്ങനെയാണ് ഇത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴിയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ പ്രൂഫ് എന്താണ് വരാൻ നോക്കാം. ഇതിന്റെ പ്രൂഫായിട്ട് നമ്മൾ ചെയ്യാം, നമ്മളെ ആദ്യം we prove the ഞാൻ പറഞ്ഞു we prove the result by mathematical induction. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം k equal to 1 നോക്കാം. or k equal to 1, A raised to k arna A, right? The number of different I, Vj walks in G of length 1. ആണോ? എന്താണ് വാക്ക് ഓഫ് ലെങ്ത് 1 എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് an edge. That is number of different edges from Vi to Vj. ശരിയല്ലേ? It's true by definition of
by definition of adjacency matrix. So this is true. A raised to 1 in one number of different V1, Vi, Vj walks in G of length 1 ആണ്. Length 1 ഉള്ള വാക്ക് എന്ന് പറഞ്ഞാല് എഡ്ജ് ആണ്. അപ്പോ എയിലെ എൻട്രീസ് എന്ന് പറഞ്ഞാല് number of edges, different edges in G from Vi to Vj. This is true since by definition of adjacency matrix. Now, suppose the ijth entry of a raised to k minus 1. K true ആണെന്ന് assume ചെയ്ത് k plus 1 ന് true ആണെന്ന് assume ചെയ്യുന്നതിന് prove ചെയ്യുന്നതിന് പകരം k minus 1 ന് true ആണെന്ന് assume ചെയ്യുക, k ക്ക് true ആണെന്ന് prove ചെയ്യാം. A raised to k minus 1 is നമുക്ക് Bij എന്ന് പേരെടുക്കാം. The ijth entry Bij of a raised to k minus 1 is the number of different Vi, Vj walks of length k minus 1. This induction assumption ആണ്. Assume result true for k minus 1. അപ്പൊ assumption ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് prove result holds for k ആണ് നമ്മളുടെ ഇൻഡക്ഷൻ വഴി പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ let a raised to k equal to ci a raised to k entries Cij. So we have to prove that Cij, we shall prove Cij is the number of different Vi, Vj walks in the graph of length. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് പ്രൂവ് ചെയ്യാണ് വാട്ട് ഈസ് നമുക്കറിയാലോ a raised to k എന്ന് പറഞ്ഞാൽ a raised to k minus 1 into a എന്നാണ് നമുക്കറിയാം. അപ്പോ എയിലെ എൻട്രീസ് നമ്മൾ aij എന്ന് പേരെടുക്കുക, a raised to k minus 1 bij എന്ന് പേരെടുക്കുക. അപ്പോൾ this equal to sigma a raised to k minus 1 bi ആണ് അല്ലേ, bit into at 1. a raised to k minus 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം bij ആണെന്ന്, a എന്ന് പറഞ്ഞാൽ aij ആണെന്ന് നമ്മൾ കരുതുക. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം ഓരോ i1 bi1 into a1j plus bi2 into a2j അങ്ങനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താലാണ് ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക ഓക്കെ അല്ല, ഈ മെട്രിക്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? ഇതാണ് മൾട്ടിപ്ലിക്കേഷന്റെ റൂള്. Now what is bit? Is equal to what is bit? Bit is the
number of VIVT walks of length k minus 1 and ATJ the number of different VT VJ walks of length 1 edges ആണ് അല്ലേ walks of length 1 ആണ് A ആയതുകൊണ്ട് ഇനി അത് ശരിയല്ലേ നോക്കുക ഇത് അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് എന്താണ് വരിക നോ നമുക്ക് അവിടെ ഇങ്ങനെ കുറെ ടെക്സ്റ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ VJ എത്തുന്നു ഇതാണ് നമുക്ക് കെ ലെങ്ത് ഒക്കെ അപ്പൊ VI നിന്ന് VT K-1 ആയിട്ട് എത്ര K-1 ലെങ്ത്തുള്ള എത്ര വാക്കുകൾ ഉണ്ട് എന്നുള്ളത് എത്ര ഡിഫറെന്റ് വാക്സ് ഉണ്ട് എന്നുള്ളതാണ് ഇനി ഇതാണ് VT VT നിന്ന് VJയിലേക്ക് എത്ര എഡ്ജ് ഉണ്ട് ഒരു എഡ്ജ് ഇങ്ങനെ 2 എഡ്ജ് ഉണ്ട് എത്ര എഡ്ജ് ഉണ്ട് അത്രയും അപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര വാക്കുകൾ ഉണ്ടാവും ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര വാക്കുകൾ ഉണ്ടോ അതിനെ ഈ നമ്പർ കൊണ്ട് ഗുണിക്കും ഇപ്പൊ ഇതാണെങ്കിൽ ഒരു വാക്ക് ഉണ്ടാവും ഇതാവുമ്പോ എന്തായി ഇതുവരെ വന്നിട്ട് ഇതുവരെ K-1 ലെങ്ത് ഉള്ള വാക്ക് കഴിഞ്ഞു Kth എഡ്ജ് ഇതായിട്ട് ഒരു വാക്ക് Kth എഡ്ജ് ഇതായിട്ട് 2 വാക്ക് ഇനി 3 എഡ്ജ് ഉണ്ടെങ്കിലോ അപ്പൊ എത്ര number of VIVT walks of length K-1 into number of edges in VT-VJ. ഇത് തന്നെ ആയിരിക്കും but now therefore sigma I equal to 1 to n equal to 1 to n BIT ATJ is the total number of VIVJ walks of length K of length K. So therefore the theorem is true. The result is true for n equal to k. Result holds for k for a raised to k is the number of different VJ walks of length k for any k. For any k, the result is true. Next theorem നോക്കുക ഈ തിയറത്തിന്റെ പ്രൂഫ് സിലബസിലില്ല അവിടെ കട്ട് ചെയ്തിന്റെ റെഡ് കളർ ഇങ്ങോട്ട് കയറി കണ്ടോ let G be a graph with n vertices v1 v2 etc vn and let A denote the adjacency matrix of G with respect to listing of matrices. Let B equal to നോക്കുക B നില matrix ഉണ്ടാക്കണ എങ്ങനെ അറിയോ A plus A square plus etc plus A raised to n. Then G is connected graph if and only for every pair of distinct indices ij we have Bij not equal to 0. That is, if and only if B has no 0 entries of the main pair.
എന്താണ് ഇതിന്റെ മീനിങ് എന്നുള്ളത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് സിമ്പിൾ ആയിട്ടൊരു കാര്യം, ഒരു വെർട്ടെക്സ് ഡയഗണൽ എൻട്രീസ്, ഈ എ എന്നുള്ള മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രി എന്ന് പറഞ്ഞാല്, എ എന്നുള്ള മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസ് എന്ന് പറഞ്ഞാല് V1-ൽ നിന്ന് V1-ലേക്ക്, V2-ൽ നിന്ന് V2-ലേക്ക്, V3-ൽ നിന്ന് V3-ലേക്കുള്ള എഡ്ജ് ആണ്. അപ്പൊ ഇത് മീൻ ചെയ്യുന്ന ലൂപ്പുകളാണ്. റൈറ്റ്. അപ്പൊ ലൂപ്പ് ഇല്ലെങ്കിലും ഗ്രാഫ് കണക്റ്റഡ് ആവും, ലൂപ്പ് ഇല്ലെങ്കിലും സിമ്പിൾ ഗ്രാഫ് കണക്റ്റഡ് ആവുമല്ലോ. അപ്പോ ഈ എൻട്രീസ് അല്ലാത്ത എല്ലാ ഈ എൻട്രീസ് അല്ലാത്ത ഇവിടെ എവിടെ നോൺ സീറോ എൻട്രി വന്നാൽ, ഇവിടെ ഒരു 1 വന്നാൽ V1 നിന്ന് V2 ഒരു എഡ്ജ് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോ ഇനി എ സ്ക്വയർ, അപ്പൊ എ ഇങ്ങനെ കിട്ടും. ഇവിടെ ഓരോന്നിലും നമുക്ക് ഇവിടെ ഒരു 0 വന്നാൽ എന്താ കുഴപ്പം, ഇവിടെ ഇതാ V3 to V1, ഇവിടെ 0 വന്നാൽ എന്താ അർത്ഥം, V1 നിന്ന് V3ക്ക് എഡ്ജ് ഇല്ല. അപ്പൊ നമ്മൾ എ സ്ക്വയർ കണ്ടു നോക്കും. എ സ്ക്വയർ കണ്ടു നോക്കുമ്പോ V1 നിന്ന് V3ക്ക് 1 വന്നു എന്ന് വിചാരിച്ചോ, അല്ല അവിടെയും 0. എ ക്യൂബ് കണ്ടു, അപ്പോഴും 0. A⁴ കണ്ടു, അപ്പോഴും 0. അപ്പൊ ഈ 0 ആകുമ്പോൾ പ്രശ്നം എന്താ പറയുക, എഡ്ജ് ഇല്ല. എ സ്ക്വയറിൽ 0 ആയാല് 2 എഡ്ജിലൂടെ പോകാവുന്ന പാത്തില്ല. എ ക്യൂബിൽ 0 ആയാല് 3 എഡ്ജിലൂടെ പാസ് ചെയ്യാവുന്ന, 3 എഡ്ജിലൂടെ പാസ് ചെയ്താൽ അങ്ങോട്ട് എത്തൂല എന്നാണ് അർത്ഥം. 3 എഡ്ജിലെ വാക്കില്ല V1 നിന്ന് V3ക്ക്. A⁴ ആണെങ്കിലോ, A⁻n−1 ആണെങ്കിലോ n−1 ലെങ്ത് ഉള്ള വാക്കും ഇല്ല. ഏതിൽ നിന്ന് ഏതിലേക്ക്, V1-ൽ നിന്ന് Vn-1. That means V1 and V3 are not connected. V1 and V3 are not connected by a walk. That is, V1 and V3 are not connected by a path. So, ഒരു ഗ്രാഫ് കണക്റ്റഡ് ആവണമെങ്കിൽ ഈ ഡയഗണൽ അല്ലാത്ത ബാക്കിയുള്ള പോർഷനില് എയിലോ എ സ്ക്വയറിലോ എ ക്യൂബിലോ ഏതെങ്കിലും ഒന്നിലെങ്കിലും നോൺ സീറോ എൻട്രി വരണം. അത് ഒന്നിച്ച് പറയാണ് A² എക്സെട്ര A⁻n−1 സമ്മില് എല്ലാ പൊസിഷനിലും, ഡയഗണൽ അല്ലാത്ത എല്ലാ പൊസിഷനിലും നോൺ സീറോ എൻട്രീസ് വന്നാൽ ഗ്രാഫ് കണക്റ്റഡ് ആണ്. അതർവൈസ് ഗ്രാഫ് ഈസ് ഡിസ്കണക്റ്റഡ്. അത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അടുത്ത ടൈപ്പ് മെട്രിക്സ് ആണ് ഇൻസിഡൻസ് മെട്രിക്സ്. എന്താണ് ഇൻസിഡൻസ് മെട്രിക്സ് നോക്കാം. ഇൻസിഡൻസ് മെട്രിക്സിന്റെ ഡെഫിനിഷൻ എന്താണ് നോക്കാം. Suppose that G has n vertices and T edges. ഇൻസിഡൻസ് മെട്രിക്സ് എന്ന് പറഞ്ഞാല് ഒരു വെർട്ടെക്സിനോട് എത്ര എഡ്ജ് മീറ്റ് ചെയ്യുന്നു, ഒരു വെർട്ടെക്സിൽ എത്ര എഡ്ജ് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് എഴുതുക. ഓക്കെ, ഒരു വെർട്ടെക്സിനോട് എത്ര എഡ്ജ് മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള മെട്രിക്സ് എഴുതുക. ദെൻ നമ്മളുടെ പഴയ ഗ്രാഫ് തന്നെ എടുക്കാം. അപ്പൊ ഇതിലെ വെർട്ടീസ് ഏതൊക്കെയാണ്, ഇത് കോളം ആയിട്ട് റോ നെയിംസ് ആയിട്ട് എഴുതാം. V1, V2, V3, E1, E2, E3, E4, E5, E6. വെർട്ടെക്സ് V1-ഉം E1-ഉം തമ്മിൽ കണക്റ്റഡ് ആണോ നോക്കുക. E1 നമ്മള് ലൂപ്പിന് ട്വൈസ് ആണ് കൗണ്ട് ചെയ്യുക, കാരണം 2 വട്ടം E1 V1-നോടൊപ്പം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്പർ നമ്മൾ ഇടുക 2 ആണ്. അതേപോലെ V1 E2 1 ടൈം, V1 ബാക്കിയുള്ള ഇതിനായിട്ടൊന്നുമില്ല അല്ലെ, അവിടെ 0. ഇനി V2-ല് E2 ഇൻസിഡന്റ് ആണ്, അല്ല സോറി, V2-ല് E1 ഇൻസിഡന്റ് ആണോ, അല്ല. E2 ഇൻസിഡന്റ് ആണോ, യെസ്, വൺസ്. E3 ഇൻസിഡന്റ് ആണ്, E4 ഇൻസിഡന്റ് ആണ്, E5-ഉം E6-ഉം ഇല്ല, 0.
B3 നോടോ B3 നോട് E3 E5 E6 E3 E5 E6 ബാക്കി B4 നോടോ E4 E5 E6. This is the adjacency matrix. So we define Mij as 0 if Vi ഒരു corresponding വെർട്ടെക്സും എഡ്ജും തമ്മിൽ കണക്ഷൻ അല്ലെങ്കിൽ 0. V1 ഉം E3 തമ്മിൽ കണക്ഷൻ ഇല്ല, അതുകൊണ്ട് V1 അതിന് നേരുള്ള എൻട്രി 0 ആണ് വരിക. അതേസമയം ഒരു എഡ്ജ് ഉണ്ടെങ്കിലോ, കണക്റ്റഡ് ആണെങ്കിൽ ഒരു എഡ്ജ് V1-ൽ നിന്ന് E2 V1-ൽ E2 ഒരു വട്ടം വരുന്നുണ്ട്, അപ്പൊ 1 ഇടും. ഇനി ലൂപ്പ് ആണെങ്കിൽ എന്തിടും? Vi-ൽ ഒരു ലൂപ്പ് EJ ഉണ്ടെങ്കിൽ we write Mij as 2. Okay. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഈ ലിസ്റ്റിങ്ങിനനുസരിച്ചാണ് അഡ്ജസൻസി മെട്രിക്സും ഇൻസിഡൻസ് മെട്രിക്സും ഒക്കെ വരിക. ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സർസൈസിലുണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ.